എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി 17, അതായത് ഇന്നു മുതൽ അടുത്ത 7 ദിവസത്തിനകം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളുടെ ജീവിതം തന്നെ നല്ല രീതിയിൽ മാറിപ്പോകുന്ന തരത്തിൽ പലവിധ കാര്യങ്ങളും ഈ ദിവസം നടക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. നമുക്ക് ഓരോ രാശിക്കാരെക്കുറിച്ചും അതിലെ നക്ഷത്രങ്ങളെക്കുറിച്ചും അവർക്ക് ഈ 7 ദിവസത്തിനകം സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ വിശദമായിട്ട് തന്നെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം. മേടക്കൂറിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അടുത്ത 7 ദിവസത്തിനകം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. സകല ദോഷങ്ങൾക്കും അവസാനം കുറിക്കുന്ന ഘട്ടം എന്ന നിലയിൽ കൂടുതൽ ശ്രദ്ധ ഓരോ കാര്യങ്ങളിലും പുലർത്തേണ്ട ദിവസങ്ങളാണ് ഇനിയുള്ള 7 ദിവസം. വിശ്വാസവഞ്ചനകൾ മൂലം ജീവിതം തന്നെ മാറിമറിഞ്ഞവർക്ക് അവരുടെ ജീവിതത്തിലെ സ്ഥിതിവിശേഷങ്ങൾ ഒന്ന് നല്ല രീതിയിൽ വരുന്ന ദിവസങ്ങളാണ്. വിദ്യാർത്ഥികൾ പഠന കാര്യത്തിൽ നല്ല പുരോഗതി കാണിക്കും. മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരുമൊക്കെയായുള്ള ബന്ധങ്ങൾ ഊഷ്മളമായിട്ട് നിലനിർത്താൻ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ വീടിൻ്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേരിയ തടസ്സങ്ങൾ വരികയും അത് വലിയ മനക്ലേശങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യും. വാഹനങ്ങളിൽ കേടുപാടുകൾ വരികയും ചെറിയ തോതിലുള്ള ധനനഷ്ടത്തിന് കാരണമാകുകയും ചെയ്യും. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ കഠിനാധ്വാനത്തിനുള്ള ഫലം ലഭ്യമാകുന്നതിൻ്റെ ആദ്യ ചലനങ്ങൾ ദൃശ്യമാകും. കലാകായിക സാഹിത്യ മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരുന്നതിൻ്റെ തുടക്കവും ഉണ്ടാകുന്നതാണ്. ശാസ്ത്ര മേഖലയിൽ ഉള്ളവർക്ക് മനസ്സംതൃപ്തി വർദ്ധിക്കുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വ്യാഴാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക. ഭാഗവതം, നാരായണീയം, വിഷ്ണു സഹസ്രനാമം ഇവയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിത്യേന പാരായണം ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇടവക്കൂറിൽ പിറന്ന കാർത്തിക നക്ഷത്രക്കാർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്രക്കാരെക്കുറിച്ച് നോക്കാം. തലയിലും ശരീരത്തിൽ മുഴുവനായും മാനസികമായും അനുഭവപ്പെടുന്ന വേദനകൾക്ക് ശമനം കണ്ടു തുടങ്ങും. രോഗികൾക്ക് യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ചികിത്സ ലഭിക്കുകയും രോഗമുക്തിക്കും സാധ്യത കാണുന്നുണ്ട്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് സമൃദ്ധിയും യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കുള്ള തടസ്സങ്ങളും നീങ്ങിക്കിട്ടും. വിവാഹബന്ധങ്ങൾ, ദാമ്പത്യം എന്നിവ കെട്ടുറപ്പോടെ നിലനിർത്താൻ കൂടുതൽ ശ്രദ്ധ കാണിച്ചില്ലെങ്കിൽ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും. വ്യവസായികൾക്കും കച്ചവടക്കാർക്കും അപ്രതീക്ഷിത സാമ്പത്തിക ലാഭങ്ങൾ വന്നുചേരും. പുതിയ ഗൃഹനിർമ്മാണത്തിനും ആലോചിക്കാവുന്ന സമയമാണ്. കാലങ്ങളായി കർമ്മതടസ്സം നേരിട്ടവർക്ക് തൊഴിൽ ലഭ്യത ഉണ്ടാകും. സ്ഥാനക്കയറ്റങ്ങൾക്കും ശ്രമിക്കാവുന്നതാണ്. ഭൂമി കൈമാറ്റത്തിലൂടെ ചില സാമ്പത്തിക നേട്ടങ്ങൾ വന്നുചേരും. ശരീരത്തിൽ രോഗഭീതി വരുമെങ്കിലും സുഖപ്പെടും. മൂത്രാശയ രോഗങ്ങൾ, ഉദരരോഗങ്ങൾ, പ്രമേഹജന്യ രോഗങ്ങൾ എന്നിവ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്. തലവേദന, സന്ധികളിൽ വേദന എന്നിവ സമയത്തിൻ്റെ പ്രശ്നം മാത്രമാണെന്ന് മനസ്സിലാക്കുന്നതും നല്ലതായിരിക്കും. ഇടവക്കൂറിൽ പിറന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് ഗുരുവാര വ്രതം, ശനിയാഴ്ച വ്രതം എന്നിവ അനുഷ്ഠിച്ച്
യഥാക്രമം വിഷ്ണു ഭജനം, ശനീശ്വര ഭജനം എന്നിവ ചെയ്യുക. ശനിയാഴ്ചകളിൽ കഴിയുമെങ്കിൽ ഗൃഹത്തിൽ ഒരു എള്ളുതിരി കത്തിച്ചു പ്രാർത്ഥിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി മിഥുനക്കൂറിലെ മകയിരം 3-4 പാദങ്ങൾ, തിരുവോണം, പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം. പൊതുവെ നല്ല സമയമാണ് എന്ന് പറയാതെ വയ്യ. എല്ലാ പ്രതിസന്ധികൾക്കും അയവുകൾ പ്രതീക്ഷിക്കാം. കുഞ്ഞുങ്ങളിൽ അസുഖങ്ങൾ സുഖപ്പെടാനും വിദ്യാർത്ഥികളിൽ പഠന മികവിനും സാധ്യത കാണുന്നുണ്ട്. വാഹനങ്ങളിൽ നിന്നുള്ള ചെറിയ അപകടങ്ങൾ ജീവിതത്തിൻ്റെ സ്ഥിതി തന്നെ മാറ്റിമറിക്കാൻ സാധ്യതകൾ ഈ ദിവസങ്ങളിൽ ഉണ്ട്. ചെറിയ മക്കളിൽ നാവേറുകളും നീർദോഷം പോലുള്ള പ്രശ്നങ്ങളും കാരണം സമാധാനമായിട്ടിരിക്കാൻ സാധിക്കുകയില്ല. നേരിയ കാരണങ്ങൾ കൊണ്ട് വളരെ വലിയ ലാഭങ്ങൾ തന്നെ നഷ്ടപ്പെട്ടേക്കാം. ധനപരമായിട്ടും വസ്തുവകകൾ ഹേതുകവുമായിട്ടുള്ള നിയമ പോരാട്ടങ്ങൾ ആവശ്യമായിട്ട് വന്നേക്കാം. വിദ്യാർത്ഥികളിൽ തടസ്സങ്ങൾ നേരിടുമെങ്കിലും അത് പരിഹരിക്കപ്പെടും. വലിയ ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടാം. ഉദ്യോഗാർത്ഥികൾ കൂടുതൽ അവസരങ്ങൾക്കായിട്ട് കാത്തു നിൽക്കാതെ കർമ്മനിരതരായി ലഭ്യമായ തൊഴിലുകൾ നല്ലതുപോലെ ആത്മാർത്ഥമായി ചെയ്യുകയും മനസ്സിൽ ആഗ്രഹിച്ചതായ കർമ്മത്തിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. മിഥുനക്കൂറിലെ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുക. വൈഷ്ണവ ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, തുളസിമാല, പായസം എന്നിവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നോക്കാം കർക്കിടകക്കൂറിൽ പിറന്ന പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച്. ഈ കൂറുകാർക്ക് എല്ലാ ദോഷങ്ങളും മാറുന്ന സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം കൂടുതലായിട്ട് ലഭിക്കുകയും ചെയ്യും. നാമജപങ്ങളിലൂടെ വലിയ സമയദോഷത്തെ തരണം ചെയ്യാനും ഇവർക്ക് സാധിക്കും. ആത്മവിശ്വാസം ഈ കാലഘട്ടത്തിൽ ഏറെ ഗുണം ചെയ്യും. വ്യാഴ ആനുകൂല്യം ഉള്ളതുകൊണ്ട് നല്ല കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഈ സമയത്ത് തള്ളിക്കളയാൻ പറ്റില്ല. സൗഹൃദങ്ങൾ, കുടുംബ ബന്ധങ്ങൾ എന്നിവിടങ്ങളിൽ ശൈഥില്യം വരാതിരിക്കാൻ വേണ്ടതായ മുൻകരുതലുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് കഫജന്യമായ അസുഖങ്ങൾക്ക് സാധ്യത ഏറെയാണ്. എങ്കിലും ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല. വിദേശത്ത് തൊഴിലെടുക്കുന്നവരും വ്യാപാരങ്ങൾ നടത്തുന്നവരും മുൻപ് സംഭവിച്ചതായ നഷ്ടങ്ങളിൽ നിന്നും പതുക്കെയാണെങ്കിലും കരകയറുവാൻ തുടങ്ങും. തൊഴിൽ അന്വേഷകർക്കും അഭ്യസ്ത വിദ്യർക്കും ശുഭകാര്യങ്ങൾ സംഭവിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക, ഗൃഹത്തിൽ എള്ളുതിരി കത്തിക്കുക, ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നെയ്വിളക്ക്, പുഷ്പാഞ്ജലി, നീരാജനം, കറുത്ത പട്ട് ചാർത്തൽ, പായസം എന്നിവ യഥാശക്തി നടത്തി പ്രാർത്ഥിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം. അതോടൊപ്പം ആയുസൂക്തം, പുഷ്പാഞ്ജലി, ശംഖാഭിഷേകം, വിളക്ക് എന്നിവ നടത്തുന്നതും നല്ലതാണ്. ഇനി കന്നിക്കൂറിൽ പിറന്ന ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പൊതുവെ ഈശ്വരാധീനമുള്ള സമയമാണെങ്കിലും കാര്യങ്ങൾക്കെല്ലാം ഒരു മന്ദഗതിയായിരിക്കും അടുത്ത 7 ദിവസത്തിൽ അനുഭവപ്പെടുക. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമയബന്ധിതമായി എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് നല്ലതാണ്. മത്സര പരീക്ഷകളിലും തൊഴിൽ അന്വേഷണങ്ങളിലും മനസ്സംതൃപ്തി കുറയും. സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുവാനും നഷ്ടപ്പെട്ടവ തിരികെ വരുന്നതിനും ഉള്ള വഴികൾ തുറക്കുന്നതിനും കാണുവാൻ ഈ ദിവസങ്ങളിൽ സാധിക്കുന്നതാണ്. കുഞ്ഞുങ്ങളിൽ രോഗങ്ങളും മറ്റ് ശാരീരികവും മാനസികവുമായ വൈഷമ്യങ്ങളും ധാരാളമായി ഉണ്ടാകുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല. വാഹനങ്ങൾ, നാൽക്കാലികൾ എന്നിവയെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നോക്കേണ്ട സമയം കൂടിയാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നത് നല്ലതാണ്. മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പാലഭിഷേകം, പഞ്ചാമൃത നിവേദ്യം, പുഷ്പാർച്ചന, വേൽ സമർപ്പണം, വിളക്ക് എന്നിവയെല്ലാം ദോഷശാന്തി നൽകാനായിട്ട് സാധ്യതകൾ കൂടുതലാണ്. ഷഷ്ഠി ദിവസം ഉപവാസം അനുഷ്ഠിച്ച്
സ്കന്ദപ്രീതിക്കായിട്ട് പ്രത്യേക നാമജപങ്ങൾ കൂടി നടത്താനായിട്ട് ഈ നക്ഷത്ര ജാതകർ ഒന്ന് ശ്രദ്ധിക്കണം. പ്രിയ പ്രേക്ഷകരെ, വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.